കൈ താങ്ക ഹാപ്പി ക്രിസ്മസ് വെള്ളട്ടോ. കേക്ക് ഇതാ എൻ്റെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന കേക്ക് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ കിടക്കണമെന്നില്ല. അയ്യോ നടന്ന് 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 എൻ്റെ ചെരുപ്പ് തേഞ്ഞല്ലാതെ അവൻ ഇതുവരെ ഒരു പെണ്ണ് ശരിയായില്ല. അമ്മച്ചിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു വന്ന 3 പേരുണ്ടായിരുന്നു ആ വീട്ടിൽ കേട്ടോ. സുഖാണോ? ഇതുവരെ സുഖം. എവിടെ വീടെവിടെ? എവിടെ ക്രിസ്മസ് ആയിട്ട് അവധിയൊന്നും ഇല്ലേ നിങ്ങക്ക്? ഓ എന്തോന്ന് ഇല്ലാതായിരിക്കണം. വിൽപ്പന നടന്നില്ലല്ലേ? ഞാൻ എന്റെ സഹോദരൻ ഒരു പെണ്ണ് നോക്കി വന്നതെന്നേ, മനസ്സിലായാ? അയ്യോ നടന്ന് 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 എന്റെ ചെരുപ്പ് തേഞ്ഞല്ലാതെ അവൻ ഇതുവരെ ഒരു പെണ്ണ് ശരിയായില്ല. നിങ്ങൾ അറിവില്ല എവിടേക്ക് പെണ്ണുണ്ടാ? ഇവിടെ ഇല്ല. ഞാൻ കേരളത്തിൽ നിന്ന് നിങ്ങൾ തമിഴ്നാട്ടിലെത്തിയതാ. കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട്. കേരളത്തിലെ പെൺകുട്ടികൾ കുറവ്. നിങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലൊന്നും ഇല്ലേ? അതന്നെ പെൺപിള്ളേരില്ല. അങ്ങനെയാണ്. പെണ്ണുകൾ പോണോണ്ടാണ് പെണ്ണുങ്ങൾ ഇല്ലെന്നാണ് പറയണത്. അപ്പൊ നമ്മളെ ഇപ്പൊ ആണുങ്ങൾക്ക് പെണ്ണില്ലാത്തത് കാരണം പറയും. എന്താണെന്ന്? എന്തോന്ന് കാരണം? ഏത്? സ്നേഹിച്ച് പോണത് കൊണ്ടാ? കല്യാണത്തിന്റെ അന്ന് വരെ. അപ്പൊ പെണ്ണുങ്ങളാണോ പാവം, പെൺകുട്ടികളാണോ പാവം, ആൺകുട്ടികളാണോ പാവം? നിങ്ങൾ പറയും. എല്ലാം ഭയങ്കരം തന്നെ അല്ലേ? നല്ല പമ്പിലെല്ലാം ജോലിയുണ്ട്. ഒരു പ്രൈവറ്റ് പമ്പിലൊക്കെ ജോലിയുണ്ട്. പിന്നെ നല്ല സുന്ദര സുമുഖൻ. വെള്ളം അടിക്കൂല, വലിക്കൂല. മറ്റേ ഇത് സംഭവം ഉണ്ടല്ലോ, ഒരു എന്തായിരുന്നു ഇങ്ങനെ വാക്കകത്ത് വെക്കണ സാധനം, ഗണേശ്. അതൊന്നും വെക്കൂല അവന്. ഗണേശ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു ചെറുക്കൻ. പക്ഷെ പെണ്ണില്ല. എന്ത് ചെയ്യാ? എന്തൊക്കെ അവൻ പെണ്ണ് കെട്ടിയാലും ഇല്ലെങ്കിലും ഹാപ്പി ക്രിസ്മസ്. അമ്മയ്ക്ക് ഒരു കേക്ക്. നിങ്ങളൊരു ഹാപ്പി ക്രിസ്മസ് അങ്ങോട്ട് നോക്കി പറ അമ്മ. ടാറ്റ പറ. നമ്മുടെ സ്വന്തം അമ്മയാണ് കേട്ടോ. ഒരു ആന്റിയാണ്. നമ്മുടെ വഴിവെക്കലിരുന്ന് കച്ചവടം ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് നാളെ ആണെങ്കിൽ പോലും ഇന്ന് അഡ്വാൻസ് ആയിട്ട് അമ്മ ഇങ്ങോട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. പോട്ടെ ഞങ്ങള്. അയ്യോ കൊഞ്ചം താങ്ക. കൈ താങ്ക ഹാപ്പി ക്രിസ്മസ് വെള്ളട്ടോ. ഹാപ്പി ക്രിസ്മസ്. അയ്യോ ഞാൻ ഇങ്ങോട്ട് വരുമ്പം എന്ത് പറയാനാണ്, മാട് കേട്ടോ, ആടും ഒക്കെ മേച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുള്ളിയാണ് കേട്ടോ. പാവമാണ്. നമ്മുടെ എന്ത് പറയാനാണ്, കർഷകരാണ്. പാടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഏതാണെന്ന് ഞാൻ പറയാം. ഞാൻ എന്തായാലും നിൽക്കുന്നത് മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ സ്ഥലത്തിന് അങ്ങനെയാണ് പറയുന്നത്. നല്ലൊരു അണയാണ് കേട്ടോ. അണയുടെ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു എന്ത് പറയാ, ചെക്ക് ഡാമാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സ്ത്രീകൾ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് അവരൊക്കെ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു നമ്മളിന്നൊരു കുഞ്ഞു ഫാമിലിയെ കാണാനായിട്ടാണ് ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ കുറേ ആൾക്കാർക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാടൊന്നും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ കേക്കൊക്കെ കൊടുത്ത് വരുന്ന കൂട്ടത്തിൽ ഇത് മുമ്പ് എപ്പോഴും ഇവിടെ വന്നപ്പോഴും ഞാനൊരു ഫാമിലിയെ കണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 100 രൂപ പോലും എടുത്ത് വെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് എൻ്റേത്. അപ്പം ഇന്ന് ആ ഫാമിലിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാം. എനിക്കും അവരെ ഒന്ന് കാണണം. അപ്പം നമുക്കിന്ന് എൻ്റെ എന്ത് പറയാനാണ്, സ്നേഹം, അതായത് ക്രിസ്മസിൻ്റെ ഒരു സ്നേഹ സന്ദേശമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഞാൻ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തൊണ്ടവേദനയോ ഈ ഒരു വയ്യായികയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എല്ലാവർക്കും കൂടെ അണ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. എന്തായാലും അണ കാണണമെങ്കിൽ ഇത് വഴി കേട്ടോ. അപ്പോൾ അണയുടെ പേര് വന്നിട്ട് ചാത്തൂറാണ് കേട്ടോ. ചാത്തൂറാണ്. ഏത് ജില്ല എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു പോകാം. അപ്പോൾ ഇതുവഴിയാണ് അണ കാണാൻ പോകേണ്ടത്. ഇതുവഴി കുറച്ച് ദൂരം കൂടെ നടന്നാൽ മതി നമുക്ക്. ഇതാണ് കാട്ടുപുത്തൂർ കേട്ടോ. കാട്ടുപുത്തൂർ അണക്കെട്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇന്ന് ജസ്റ്റ് ഞാൻ എന്ത് പറയാം, നമ്മുടെ ആ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഈ ഒരു അണയും കൂടെ എടുത്തു പോയെന്നുള്ളൂ. പഴയ വീഡിയോ കാണാത്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അങ്ങ് തുറന്നെടുക്കാം. അങ്ങ് പോക മുടിയുമാ? പോകലാമാ? ഓക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്നാണ് പറയുന്നത്. കുറച്ച് പേര് കുളിച്ചോണ്ടിരിക്കാനായിട്ട്. അപ്പം എന്തായാലും അത്ര താഴ്ചയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അണയിലെ വെള്ളമാണ്. ചേട്ടാ ഇതിൻ്റെ ഈ അണ പിന്നെ ഇതിന്റെ തണ്ണീരിക്കല്ല, ഇത് എന്ത് അണയിലിരുന്ന് വരുന്നത്? പേച്ചിപ്പാറ അണയിലിരുന്നതാണ്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇടத்துக்கு പേര് என்ன ചേട്ടാ? ഇത് மண்ணடி. അല്ല இந்த அணைக்கு சாத்தூர் தான் சொல்லுவீங்க? சாத்தூர்னு கல்லுட்டு கொடுக்காங்க.
സാട്ടുപുതൂർ. എനിക്ക് തമിഴ്നാട്ടിലുള്ള എന്ത് പറയാനാണ് പേരുകളൊക്കെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. സാട്ടുപുതൂർ എന്നാണ് ഈ അണയുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന. പക്ഷെ നമ്മൾ മണ്ണടി എന്നേ പറയൂ അല്ലേ ചേട്ടാ? നമ്മൾ മണ്ണടി എന്നേ പറയും. എഴുതി വെച്ചിരിക്കുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ ചേട്ടാ? അവിടെ ഇരിക്കട്ടെ. അപ്പൊ ചേട്ടാ ഇതിവിടെ ഈ വെള്ളം ഇതുണ്ടോ, താഴ്ചയുണ്ടോ, ആഴമുണ്ടോ? കുളിക്കാൻ നീന്തൽ അറിയില്ലെങ്കിൽ കുളിക്കാം, കുഴപ്പമില്ല, അപകടമൊന്നുമില്ല. അപ്പടിയാ? ഓക്കെ ഓക്കെ. അപ്പൊ നീന്തൽ അറിയില്ലെങ്കിൽ കുളിക്കാൻ പറ്റൂല, താഴ്ചയുണ്ടല്ലേ? ആളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മഴ ടൈം വരെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ അണക്കെട്ടിന്റെ ചെക്ക് ഡാമാണ് ഈ അണക്കെട്ടിന്റെ ഇതാന്ന് പറഞ്ഞാൽ മഴ ടൈമിന് ഇത് വഴിയൊക്കെ അങ്ങ് വെള്ളം പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വഴി നിറഞ്ഞ കവി അല്ലേ ചേട്ടാ? നിറഞ്ഞ കവി എന്നാണ്. അപ്പൊ ഇത് മണ്ണടി, നമ്മുടെ കന്യാകുമാരി ജില്ല. ഡാമൊക്കെ പേരല്ലേ മണ്ണടി, ചാട്ടുപുത്തൂർ. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ച അടുത്ത് പറഞ്ഞു തരണേ. അപ്പൊ മണ്ണടി എന്നേ പറയുള്ളൂ. ഓ, പൂതപ്പാണ്ടി പോസ്റ്റ് തന്നെ. പൂതപ്പാണ്ടി തന്നെ. അതെ, പൂതപ്പാണ്ടി എന്ന് പറയുന്നത്. പൂതപ്പാണ്ടി മെയിൻ പ്രോപ്പറായിട്ട് പൂതപ്പാണ്ടിയിലെ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ. അപ്പൊ നീന്തൽ അറിഞ്ഞുകൂടാത്ത എന്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നെ പോലെ ഒരകലം പാലിച്ച് നിൽക്കുക, ചാടരുത്, ചാടിയ തീർന്നു കേട്ടോ. കണ്ടോ, നല്ല താഴ്ച ഉണ്ടെന്നാണ് നമ്മുടെ പ്രദേശവാസിയായ ചേട്ടൻ പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു അണയും നല്ല പ്രകൃതി ഭംഗിയും ഒക്കെ കൊള്ളാം കേട്ടോ. സ്റ്റെപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാനിത് ഒരു ചെക്കടമാണ്, ചെറിയൊരു കുഞ്ഞ് സ്പേസ് ആണ്. ഈ സുഹൃത്തുക്കൾ വരുമ്പോൾ വീഴാണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് വീഴാണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളി. എന്തായാലും പേച്ചിപ്പാറ ഡാമിലെ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്, ഒത്തിരി വെള്ളമുണ്ട്, നല്ല രസമുണ്ട്. കാണാൻ കാഴ്ചകൾ ഉൾപ്പെടുത്തി പോകേണ്ട സ്ഥലം തന്നെ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം ആയതുകൊണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ഒരു കാഴ്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എടുത്തിട്ടേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇതേ കണ്ടോ, നല്ല മലനിരകളും നെൽപ്പാടങ്ങളും ഒക്കെ. നമുക്കിനി അങ്ങോട്ട് ഇതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടുകൂടെ പോയി നോക്കാം കേട്ടോ. കുറച്ചുകൂടെ ഞാൻ വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ. അപ്പം മണ്ണടിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, നമ്മുടെ കന്യാകുമാരി ജില്ല. ഇതുവരെ സ്റ്റെപ്പുണ്ട് കേട്ടോ. ഒറ്റക്കല്ലിൽ തീർത്ത് അങ്ങോട്ട് ആ സ്റ്റെപ്പ് കാണിച്ചിട്ട് ഞാൻ ഇറങ്ങി കാണിക്കാം. ഒറ്റക്കല്ലിൽ തീർത്ത കുറേ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സന്ധ്യ സമയത്തോ രാവിലെയോ മഴത്തൊക്കെ ഉണ്ടോ ഉണ്ടാക്കാൻ വന്ന് പിടിക്കാൻ പറ്റിയ അടിപൊളി. ഇവിടെ ഇരുന്ന് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇത് ചെക്ക് ഡാമിൻ്റെ ഡോറാണ്. എനിക്ക് തോന്നുന്നത് ഇതും കൂടെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ നല്ല സ്പോർട്സിലും വെള്ളം പോകും. നല്ല രസമുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും നമ്മുടെ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ പൂതപ്പാണ്ടിയാണ് ഇതിൻ്റെ പോസ്റ്റ് വരുന്ന, പൂതപ്പാണ്ടിയാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞു പോകുകയാണ്. നമ്മൾ സ്ഥലം പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയണമല്ലോ. നമ്മൾ എടുത്തിടുന്നതേ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക്, ഈ കാണാൻ കാഴ്ച ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വന്നു പോകാൻ വേണ്ടി കൂടി തന്നെയാണ് അല്ലേ. അത് നല്ല രസമുണ്ട് അല്ലേ. എനിക്ക് ആ മല കാണിച്ചോടാ, ഇൻ്റെ ഇന്ന് ഭംഗി എവിടെ നിന്ന് നോക്കുമ്പോൾ. സന്ധ്യ സമയത്താണെങ്കിൽ ഇതിൻ്റെ വിഷ്വല് പൊള്ളി വൈബാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും വന്നിരിക്കാനും ഒക്കെ. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ. എന്തായാലും അങ്ങോട്ടൊരു ക്ഷേത്രമാണ്, ആ വഴി കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഒരു ഇട വഴിയാണ്, പതുക്കെ പോകണം, തെന്നി വീഴരുത്. അവിടെ പോകുമ്പോൾ അതേ ഇവിടെ നിന്ന് കാണിച്ചത് ആ ഒരു തെങ്ങിൻ്റെ അടുത്തായിട്ടൊരു ക്ഷേത്രമാണ്. ഞാൻ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല ഇപ്പം, അതുകൊണ്ട് ഞാൻ കേട്ടോ. എന്തായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലം തെൻപാണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നമ്മൾ അന്വേഷിച്ച് പോകുന്ന, നമ്മൾ മണ്ണടിയിലെ ആ ചെക്ക് ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്തോന്നു തെൻപാണ്ടി എന്നെന്തോ മറന്നു പോണു കേട്ടോ. ഇവിടുത്തെ പേരുകളൊക്കെ ആ പടം കൺഫ്യൂഷനാണ്. ഇതേ ഇവിടുത്തെ നെൽപ്പാടമൊക്കെ കണ്ടോ, നെല്ലൊന്നും ആയിട്ടില്ല, അങ്ങനെ കതിരായിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്തായാലും ഈ വഴിയൊന്ന് നമുക്ക് കയറിയാണ് അവരുടെ വീട്ടിലോട്ട് പോകേണ്ടത്. റോഡുണ്ട് കേട്ടോ, ആ സൈഡിൽ കൂടെ ഉണ്ട്. നമ്മൾ പിന്നെ ഈ വിഷ്വലൊക്കെ കാണാൻ കരുതി ഇതുവഴിയൊക്കെ കയറി വന്നതേ ഉള്ളൂ കേട്ടോ. ഇതും ഒരു വഴിയാണേ. ഇത് വഴി കയറി ഈ റോഡിൽ. അപ്പം തെൻപാണ്ടി കേട്ടോ. തെൻപാണ്ടി ലാലോ ഒരു പാട്ടുണ്ട് കേട്ടോ, ഇളയരാജ സാറിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്, നമ്മളിവിടെ വന്ന അംഗത്തിൽ ഒരാൾ 2 ആഴ്ച ആയതേ ഉള്ളൂ മരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. സങ്കടം തോന്നുക. ബാക്കിയുള്ള വിശേഷം ഞാൻ
അവിടെ പോയെന്ന് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് വഴിയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 1.5 വർഷത്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വഴിയാണ് നമുക്ക് അവരുടെ വീട്ടിൽ പോകേണ്ടത്. അപ്പം ഞാൻ പോകുമെന്നോ എന്നെ ഇനി കണ്ടാൽ അവർക്ക് തിരിച്ചറിയുമോ എന്നൊന്നും എനിക്കറിയില്ല, മനസ്സിലായോ? അപ്പം നമുക്ക് പോയിട്ട് എന്താണോ നോക്കാം. അപ്പം എൻ്റെ കൂടെ വീണ്ടും ക്ഷണിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വന്നോളൂ. ഈ വഴിയാണ്, ഈ വഴി. ഇവിടെ കണ്ടിട്ട് ഏതാണ്ട് കഥകളൊക്കെ തുറന്നിട്ടിരിക്കണം ആ വീടിൻ്റെ അകത്തൊന്ന് കണക്കിട്ട്. അപ്പോൾ ഇവിടെ ആളുണ്ടോ എന്നൊന്ന് തിരക്കാം നമുക്ക്. ആളുണ്ടോ? ആരുമേ കാണും, ആരെ കാണാനില്ലല്ലോ. അമ്മ വിളിച്ച് ഇനി കേരളത്തിലിരിക്കണ എൻ്റെ അമ്മയായിട്ട് വിളി കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരമ്മയും കണ്ടില്ല. അമ്മ, അമ്മേ, അമ്മ. ആരെയും കണ്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാനിതാ കിട്ടിയൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഒപ്പം നിങ്ങളും വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും കണ്ടിട്ടേ പോകാവൂ അല്ലേ? നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് കണ്ടിട്ടേ പോകാവൂ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ കേക്ക് കൊണ്ടുവന്നപ്പം ഇവിടെ ആരെയും കാണാനില്ല. ഞാൻ 1 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഒരു ഉറക്കവും കൂടെ കഴിഞ്ഞു കേട്ടോ. വീരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഇവിടെ പരിസരത്ത് വെച്ചപ്പോൾ അവരാരും കണ്ടിട്ടുമില്ല, അവരെങ്ങോട്ടാണ് പോയത്. എന്തായാലും ആളില്ല. ഞാൻ ഇന്ന് നമ്മുടെ ദൈവം സഹായിച്ച് ഇന്ന് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരു 10 പേർക്കെങ്കിലും എന്നെ കൊണ്ട് കേക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ കൊടുത്ത് ഈ വീട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്ത് എടുത്തിടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീട്ടിൽ 3 രോഗികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരാളാണ് ഇപ്പോൾ മരിച്ചു പോയത് 2 ആഴ്ച കൊണ്ട്. അപ്പം ബാക്കി എന്തെങ്കിലും ആരെങ്കിലും വെള്ളം കുടിക്കാൻ വല്ലതും കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ സാഹചര്യത്തിൽ അപ്പോഴും ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഞാൻ എടുത്തിടാം എന്ന് പറഞ്ഞു വന്നത്. ഇച്ചിരി പൈസയും കൂടെ കൊണ്ടുവന്ന് ആളിനെ കാണാത്ത സ്ഥിതിക്ക് ഇവിടെ പൈസയൊന്നും വെക്കുന്നില്ല. കേക്ക് ഇതാ എൻ്റെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന കേക്ക് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ത് പറയാനാണ്, സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഞാനിതാ എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. കാരണം എനിക്ക് സമയത്തിന് അവിടെ എത്തിപ്പെടണം. ഒത്തിരി ദൂരം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാം. അമ്പൂരി എന്ന് പറയും, നമ്മുടെ തിരുവനന്തപുരം എവിടെ കിടക്കുന്ന, ഈ സ്ഥലം എവിടെ കിടക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകേണ്ടതുണ്ട്. ഇവിടെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാമെന്ന് കരുതിയാണ് വന്നപ്പോൾ പൈസയും കേക്കും ഒക്കെ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ശരിയല്ല. കേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വാങ്ങിക്കൊണ്ടുവന്ന് കേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിതാ പോവുകയാണ് കേട്ടോ. ഇവിടെ വന്നോളൂ, നമുക്ക് കുറച്ച് വിഷ്വലും കൂടെ കണ്ടിട്ട് വീഡിയോ വാങ്ങിക്കാം. എന്തായാലും നമ്മൾ കേക്കും ഒക്കെ വെച്ചിട്ട് വരുന്ന വഴിയിൽ ദേ ഒരു അമ്മച്ചിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. கிறிஸ்மஸ் எல்லாம் எப்படி இருக்கு? நல்லா இருக்கா? அப்ப ஹாப்பி கிறிஸ்மஸ் சொல்ல வேண்டியதானே என் கூட நீங்க? நீங்க என்னக்கு வந்திருக்கீங்க? நாங்க வந்திருக்கிறது அந்த வீட்டுல இருக்கிறாங்கல்ல, அங்க ஒரு அம்மா இருந்தாங்க. அவங்கள பார்க்கத்தான் நான் வந்தோம். நான் வந்தது அது அம்மா இறந்துட்டாங்களா 2 ஆഴ്ച இறந்துட்டாங்கன்னா. இங்க வேற ஒரு அம்மா இருந்தாலும் அவங்க எங்க? அவங்க எங்க போனான்னு தெரியல. முட்டையெல்லாம் வச்சிருக்கேன். நான் அங்க இருந்து விருந்தாள் தான் நீங்க வரேன்னு நினைச்சேன். ஆமா, விருந்தாளி தான். ക്രിസ്മസിക്ക് அவங்க വീട്ടില് വിരുന്നുകാരോ വന്ന് വിരുന്നായിട്ട് വന്നത് തന്നെ. പക്ഷെ അവര് ആരെയും കണ്ടില്ല. എന്നാ மாப்பிள்ளையே இல்ல வீட்டுல? இல்ல யாருமே இல்ல. அப்ப நாங்க போட்டுமா? ஹாப்பி கிறிஸ்மஸ். என்னம்மா இந்த அம்மாவுக்கு தண்ணி குடிக்காத அது கொடு. ചായക്കുള്ള പൈസയെങ്കിലും നമുക്ക് ഈ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നതൊന്നും എടുക്കൂല കേട്ടോ. എടുക്കാത്തത് പിന്നീട് പറയും ചേച്ചി റീച്ച് കിട്ടാനാണോ, ചേച്ചി ലൈക്ക് കിട്ടാനാണോ കൊടുക്കുന്നത്. ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ അങ്ങനെ എടുത്തിടാറില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ക്യാമറാമാനോട് പറഞ്ഞതാ കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഇനി കുറച്ച് വിഷ്വലും കൂടെ കണ്ടിട്ട് പോവാം കേട്ടോ. നമ്മൾ അന്വേഷിച്ച അങ്കിളിനെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവരെ വീട്ടിൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കരുതി നിൽക്കുകയായിരുന്നു കേട്ടോ. എന്റെ പൊന്നങ്കിളെ, നിങ്ങള് ഭാര്യയുടെ ചേച്ചിയാണോ മരിച്ചത്? അവരെ നോക്കിയാ ഞങ്ങൾ ഇവിടെ വന്നത്, മനസ്സിലായോ? അവരെ പാക്കുന്നതാ വന്നത് എന്നാ. ഞങ്ങൾ എന്തായാലും ഞാൻ കുറച്ച് വീടുകളിൽ നമ്മൾ കേക്ക് ദാനം ചെയ്ത് വന്നിട്ട് അവസാനം ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് കരുതിയത്. എന്തെങ്കിലും അവരെ അവസ്ഥ എങ്ങനെയാണ്, എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. പക്ഷെ വന്നപ്പോൾ അവിടെ ആരുമില്ല. ഇനി ഇവരുടെ വീട് കുറച്ചുകൂടെ പോകണം. ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നതിന് ഒരു കേക്ക് അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. തൂക്കി കവറിൽ തൂക്കി ഇട്ടിരിക്കണം, എടുത്തോളണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ബാക്കി ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. പുതിയ വീഡിയോസും പുതിയ എന്ത് പറയാനാണ്
പുതിയ വീഡിയോസിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചൊല്ലുങ്ക, എന്നോട് ചൊല്ലണം വന്നത് ഏതാ? ചൊല്ലുങ്ക, ഏതാ பிரச்சனை இருக்கா? அவன் இறங்கி ஒரு காசு விழுந்து இந்த உருளை கம்பு விட்டு ഒരു കാലം കാല് മുറിഞ്ഞു, ഒരു വേലയ്ക്കും കഴിയാതെ. ഒരു വേലയ്ക്കും കഴിയാതെ. അത് തന്നെ നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്, അറിയാമോ എന്നെ? എവിടെന്ന് മനസ്സിലായി കാണത്തില്ല. ആ കണ്ടോ, പൈസ ഉണ്ടെങ്കിൽ ചെലവിന് കൊടുക്കാം. ഞാൻ അതിന് തന്നെയാണ് വന്നത്. തരാം ഓടനും തരാം. നമ്മൾ ഇവരെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ കേട്ടോ. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് എന്ത് പറയാനാണ്, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പഴമക്കാർ പറയുന്നത് പോലെ കാലിൽ ചുറ്റിയിട്ടുണ്ട്. അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. എന്താ പറയുക, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് നാളെയാണ്. ഞാൻ 24-ാം തീയതിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ന്യൂ ഇയറിനും അധികം ദിവസമില്ല. അപ്പം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ടാറ്റാ ബൈ ബൈ. ഇവരുടെ അവസ്ഥ അങ്ങനെയാണ്. ഞാൻ ഇനി ഒരു ദിവസം എപ്പോഴെങ്കിലും അവരെ വീട്ടിൽ പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇനി ഞാൻ പോകാൻ പോവുകയാണ് കേട്ടോ. സമയം ഒത്തിരിയായി. അവർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ കൊടുക്കട്ടെ. ഓക്കെ, തരാം കേട്ടോ. നിങ്ങളെ നോക്കി തന്നെയാണ് ഞാൻ വന്നത്. അപ്പൊ ഇവര് കുറെ പേര് കൂട്ടത്തോട് ഇവിടെ വന്ന് പാചകമൊക്കെ ചെയ്ത് കഴിക്കും അല്ലേ? ബാക്കിയുള്ള ടീം അവിടെ இல்ல உங்க கூட இருக்கிற பாக்கியுள்ள ஆளுகள் எங்க வேலைக்கு போயிருக்காங்க? சூண்டை இடம் போயிருக்கா. நீங்க இப்ப என்ன பண்றீங்க இங்க? என்ன சாப்பாடு? சோறு தானா? சோறுக்கு தான் இங்க பாருங்க. என் பிரிய சுகத்துக்கு சோறு അരിയെ തൊട്ടിട്ടില്ല. ചോറിനാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അതിൽ അവസ്ഥ കേട്ടോ. ഇനി ഇവരിവിടെ ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ചുരുട്ട് കൂടെ കിടക്കും. ഇന്ന് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ കിടക്കണമെന്നില്ല. നാളെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഒറ്റ വീടെന്താ വടക്കൻകുളം അല്ലേ? നമ്മളിവിടെ വീഡിയോ ഒക്കെ വൈകിട്ട് ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ പോകുള്ളൂ. ബാക്കിയുള്ള ദിവസം ഇവരിങ്ങനെ നാടോടികൾ അങ്ങനെയാണ് അവര് നാടോടികളാണ്. എന്നെ കണ്ടപ്പോൾ ഭയങ്കര ചിരിക്കുന്നുള്ളതുകൊണ്ട് അവരെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്. പോട്ടെ ഞങ്ങള്.